എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കുന്നത് ദുരന്ത സാധ്യത ലഘൂകരണത്തെക്കുറിച്ചാണ്. നമുക്ക് പല രീതിയിൽ ദുരന്ത സാധ്യതകളെ നമുക്ക് ലഘൂകരിക്കാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറഞ്ഞ് തയ്യാറെടുപ്പാണ്. ദുരന്ത സാഹചര്യങ്ങളെ ഫലപ്രദമായി നേരിടുന്നതിന് സർക്കാരുകളുടെയും സമൂഹങ്ങളുടെയും വ്യക്തികളുടെയും വേഗത്തിൽ പ്രതികരിക്കാൻ പ്രാപ്തരാക്കുന്ന നടപടികൾ ഈ സംരക്ഷണ പ്രക്രിയയിൽ ഉൾപ്പെടുന്നു. പ്രായോഗിക അടിയന്തര പദ്ധതികളുടെ രൂപീകരണം, മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ വികസനം, ഇൻവെൻട്രികളുടെ പരിപാലനം, ഉദ്യോഗസ്ഥരുടെ പരിശീലനം എന്നിവ തയ്യാറെടുപ്പിൽ ഉൾപ്പെടുന്നു. ആവർത്തിച്ചുള്ള ദുരന്തത്തിൽ നിന്ന് അപകട സാധ്യതയുള്ള പ്രദേശങ്ങൾക്കായിട്ടുള്ള തിരച്ചിൽ, രക്ഷാപ്രവർത്തനങ്ങൾ, ഒഴിപ്പിക്കൽ പദ്ധതികൾ എന്നിവയും ഇതിൽ ഉൾപ്പെട്ടേക്കാം. അതിനാൽ ദുരന്തമുണ്ടാകുമ്പോൾ ജീവൻ നഷ്ടപ്പെടുന്നത്, നിർണായക സേവനങ്ങൾ തടസ്സപ്പെടുന്നത്, നാശനഷ്ടങ്ങൾ എന്നിവ കുറയ്ക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഒരു ദുരന്ത സംഭവത്തിന് മുമ്പ് സ്വീകരിച്ച നടപടികളാണ് തയ്യാറെടുപ്പിൽ നമ്മൾ ഉൾപ്പെടുന്നത്. അപ്പോൾ തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ദുരന്തം വരുന്നതിന് മുമ്പ് നമ്മളെടുക്കുന്ന കാര്യങ്ങളാണ്. രണ്ടാമത് വരുന്നത് ലഘൂകരണം. ഭാവിയിലെ ദുരന്തത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കുന്നതിന്, അപകടത്തിൻ്റെ ആഘാതവും അതിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളും കുറയ്ക്കുന്നതിന് സ്വീകരിക്കുന്ന നടപടികളാണ് അടുത്ത ലഘൂകരണത്തിൽ ഉൾപ്പെടുന്നത്. അതിനാൽ ലഘൂകരണ പ്രവർത്തനങ്ങൾ അപകടത്തിലോ ഭീഷണിക്ക് വിധേയമാകുന്ന ഘടകങ്ങളിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, വരൾച്ച സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ജല മാനേജ്മെൻറ്റ്, ജലവിഭവങ്ങളുടെ ഉപയോഗം, അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കൽ, ഒരു അപകടം സംഭവിക്കുമ്പോൾ നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിന് ഘടനകൾ ശക്തിപ്പെടുത്തൽ എന്നിവ അപകട സാധ്യത നിർദ്ദിഷ്ട ലഘൂകരണ നടപടികളുടെ ഉദാഹരണങ്ങളാണ്. ഈ ഭൗതിക നടപടികൾക്ക് പുറമെ സാധ്യതയുള്ള ദുരന്തങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവുമായ അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിനും ലഘൂകരണം ലക്ഷ്യമിടുന്നു. ദുരന്ത നിവാരണ ചക്രം, അതിൽ ചക്രം മനസ്സിലാക്കുന്നത് പല ഘടകങ്ങൾ ചേർന്നാണ് ചക്രം എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അകത്ത് പല പരിപാടികളുടെയും നടപടികളുടെയും ആകെത്തുകയാണ് ദുരന്ത നിവാരണ മാനേജ്മെൻറ്റിൽ ഉൾപ്പെടുന്നത്. ദുരന്ത നിവാരണ മാനേജ്മെൻറ്റിൽ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളെ 3 പ്രധാന ഘട്ടങ്ങളാണ് ഉള്ളത്. ആദ്യത്തേത്, ഒരു ദുരന്തത്തിന് മുമ്പ് ഒരു അപകട സാധ്യത മൂലമുണ്ടാകുന്ന മനുഷ്യ സ്വത്ത് നഷ്ടങ്ങൾ കുറയ്ക്കുന്നതിന് സ്വീകരിക്കുന്ന പ്രവർത്തനങ്ങൾ. ഉദാഹരണത്തിന് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുക, നിലവിലുള്ള ദുർബല ഘടനകളെ ശക്തിപ്പെടുത്തുക, ഗാർഹിക തലത്തിലും സാമൂഹിക തലത്തിലും ദുരന്ത നിവാരണ പദ്ധതികൾ തയ്യാറാക്കുക തുടങ്ങിയവ ആദ്യഘട്ടത്തിൽ സ്വീകരിക്കാവുന്നതാണ്. അത്തരം അപകട സാധ്യത കുറയ്ക്കുന്ന നടപടികളെ ലഘൂകരണ തയ്യാറെടുപ്പ് പ്രവർത്തനങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നു. രണ്ടാമത്തെ പ്രവർത്തനങ്ങൾ, അത് ഒരു ദുരന്ത സമയത്ത്, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അതിൽ ഇരകളുടെ ആവശ്യങ്ങളും വിഭവങ്ങളും നിറവേറ്റുന്നതിനും ദുരിതങ്ങൾ കുറയ്ക്കുന്നതിനും സ്വീകരിക്കുന്ന മുൻകൈകൾ. ഈ ഘട്ടത്തിൽ സ്വീകരിക്കുന്ന പ്രവർത്തനങ്ങളെ അടിയന്തര പ്രതികരണ പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കാം. ഇനി മൂന്നാമത്തത്, ഒരു ദുരന്തത്തിന് ശേഷം, ദുരന്താനന്തരം എന്ന് നമ്മൾ പറയുന്നത്, ഒരു ദുരന്തമുണ്ടായ ഉടൻ തന്നെ ദുരിതബാധിത സമൂഹങ്ങളുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ ദുരന്തത്തിന് മുമ്പായി സ്വീകരിക്കുന്ന മുൻകൈകൾ, അതിൽ പ്രതികരണ പുനരധിവാസ പ്രവർത്തനങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നു. അതായത് നമ്മൾ 3 രീതിയിലാണ് ഒരു ദുരന്ത നിവാരണ ചക്രത്തിൽ കാണപ്പെടുന്നത്. 1, ദുരന്തത്തിന് മുമ്പ് എടുക്കേണ്ട കാര്യങ്ങൾ. 2, ദുരന്ത സമയത്ത് നമ്മൾ എടുക്കേണ്ട പ്രവർത്തനങ്ങൾ. 3, ദുരന്തത്തിന് ശേഷമുള്ളത്. ഇതൊരു ചക്രം പോലെ ഇങ്ങനെ കറങ്ങി വരും. ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് മുമ്പുള്ള പ്രവർത്തനങ്ങൾ, അതിനുശേഷം ദുരന്ത സമയത്തുള്ള പ്രവർത്തനങ്ങൾ, മൂന്നാമത് ദുരന്തത്തിന് ശേഷം. ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് ഈ 3 എണ്ണത്തിനാണ്. കാരണം ദുരന്തത്തിന് മുമ്പ് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ആവശ്യമുള്ള കാര്യങ്ങൾ സംഭരിച്ച് ശേഖരിച്ച് കരുതലോടെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവ് നേടി വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി നമ്മളിതിനെ ഒരു ഉദാഹരണത്തിലൂടെ കാണുകയാണെങ്കിൽ, ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിലെ നദിയുടെ തീരത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, വെള്ളം പൊങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തെ സമയത്ത് അതിന് മുമ്പ് തന്നെ നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റുകൾ,
നമ്മുടെ വിലവേടിയ വസ്തുക്കളെല്ലാം നമ്മൾ ശേഖരിച്ച് അതിനെ വെള്ളം കയറാത്ത രീതിയിൽ കവർ ചെയ്യുന്നു. അവിടുന്ന് നമ്മൾ മാറി താമസിക്കുന്നു. വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് നമ്മൾ ആരെങ്കിലും നമ്മുടെ വസ്തുക്കളോ നമ്മളോ ജീവനുള്ള ജീവജാലങ്ങൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവയെ നമ്മൾ രക്ഷിക്കുന്നു. മൂന്നാമത്, വെള്ളം ഇറങ്ങിയതിന് ശേഷം നമ്മൾ അവിടെ വീട്ടിൽ ക്ലീൻ ചെയ്യുക, അതിൻ്റെ കേടുപാടുകൾ പോക്കുക. ഇതെല്ലാം വരുന്നതാണ് ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ദുരന്ത നിവാരണ ലഘൂകരണ മാർഗങ്ങൾക്ക് 3 എണ്ണമാണുള്ളത്. ഒന്ന് ദുരന്തത്തിന് മുമ്പ്, ദുരന്ത സമയത്ത്, ദുരന്തത്തിന് ശേഷം. താങ്ക് യു.